അപ്പോൾ ഇവർ ചെറ്റപ്പുരയിലാണ് താമസിക്കുന്നതെങ്കിലും ഫിനാൻഷ്യലായിട്ട് ഇവർക്കൊന്നുമില്ല എങ്കിലും അകത്തെ മനുഷ്യൻ ബലപ്പെട്ടിരുന്നതിനാൽ സന്തോഷത്തോടുകൂടെ പാടി ദൈവത്തെ സ്തുതിക്കുവാൻ സാധിക്കുന്നു. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, സ്തോത്രം. ആത്മീകമായ അനുഗ്രഹം എന്ന് പറയുന്നത് ഒരു പ്രത്യേകമായ അനുഗ്രഹമാണ്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ നമുക്കൊന്നുമില്ല എങ്കിൽ തന്നെയും ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ അതിനോളം വിലയേറിയതൊന്നുമില്ല. സ്തോത്രം. ഹല്ലേലൂയ. Oh, praise the Lord. Hallelujah. കഷ്ടതകളുടെ മധ്യേ, പ്രയാസങ്ങളുടെ മധ്യേ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും. ഹല്ലേലൂയ. ചിലപ്പോൾ സഭയിലാണെങ്കിൽ തന്നെയും നമുക്ക് ചിലപ്പോൾ തോന്നും, കർത്താവേ എന്നോട് പ്രാർത്ഥിപ്പാൻ ആരുമില്ല, പാസ്റ്ററുമില്ല, സഹവിശ്വാസികളുമില്ല, ഞാൻ ഏകനായിരിക്കുന്നു, എൻ്റെ ഈ പ്രോബ്ലം വഹിക്കുന്നതിനേക്കാൾ പ്രയാസമാണ്. യു മേ ക്രൈ സംതിങ് ലൈക്ക് ദാറ്റ്. അകത്തെ മനുഷ്യൻ ബലപ്പെട്ടിട്ടില്ല എങ്കിൽ ഓ ഹല്ലേലൂയ നമുക്ക് നേരെ നിൽക്കുവാൻ സാധിക്കുകയില്ല. യാക്കോബിന് എല്ലാം ഉണ്ടായിരുന്നുവെങ്കിലും യാക്കോബ് പറയാണ്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. Blessed him over there. Hallelujah. Praise the Lord. Thank you, Lord. കർത്താവ് ആ കണ്ണുപൊട്ടനെ രണ്ടാം പ്രാവശ്യം തൊട്ടു. Second time. Oh, hallelujah. ശിംശോൻ പ്രാർത്ഥിച്ചു, ഞാൻ ഇപ്പോൾ അഭിഷേകം നഷ്ടപ്പെട്ടവനാണ്, ഞാൻ കണ്ണുപൊട്ടനാണ്, എന്റെ ദൈവമേ എനിക്ക് എന്നെ ഒന്നുകൂടെ നീ ശക്തീകരിക്കണമേ. ഹല്ലേലൂയ. ദൈവം അവനെ ശക്തീകരിച്ചു. ഹല്ലേലൂയ. യാക്കോബ് ദൈവത്തോട് പറഞ്ഞു, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ളതായ ഒരു സ്ട്രോങ് ഡിസയർ, unless you bless me I will not let you go. Hallelujah. അങ്ങനെ ഒരു തീരുമാനത്തിൽ വന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം വാസ്തവമായിട്ട് നമ്മെ അനുഗ്രഹിക്കും. Oh, praise the Lord. Hallelujah. നാം ഏലിയാവ് ഒരു വലിയ വിജയം ഏലിയാവിന് കർമ്മേൽ പർവ്വതത്തിൽ ഉണ്ടായി. അവൻ 850 പ്രവാചകന്മാരെ കൊന്നു. അതെല്ലാം കഴിഞ്ഞപ്പോൾ ഇസബേല് ഒരു ദൂതനെ അയച്ചു പറഞ്ഞു, നാളെ ഈ സമയത്ത് നിന്റെ തല കാണുകയില്ല എന്ന് പറഞ്ഞു. വലിയ പ്രവാചകനാണെങ്കിൽ തന്നെയും he was so afraid and he went one day's journey. മരുഭൂമിയിൽ ചെന്ന് ഒരു ചൂരച്ചെടിയുടെ കീഴിൽ കിടന്ന് എന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ ദൈവമേ, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ല, എൻ്റെ പ്രാണനെ നീ ഇപ്പോൾ എടുത്തുകൊള്ളണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദൂതൻ കനലിൽ ചുട്ട അടയും ഒരു തുരുത്തി വെള്ളവുമായി ഏലിയാവിന്റെ അടുക്കൽ വന്നു. ഏലിയാവേ എഴുന്നേറ്റ് ഭക്ഷിക്കാന്ന് പറഞ്ഞു. ഏലിയാവ് അത് ഭക്ഷിച്ചു, വെള്ളവും കുടിച്ചു. പിന്നെന്ത് ചെയ്തു? പിന്നെയും കടന്ന് ഉറങ്ങി. രണ്ടാമത് പ്രാവശ്യം ഒരിക്കൽ കൂടെ ദൈവത്തിന്റെ ദൂതൻ വന്നു. പിന്നെയും അവനെ ഫീഡ് ചെയ്തിട്ട് പറഞ്ഞു, യു ഹാവ് ടു ഗോ ഫോർ എ ലോങ് ജേർണി, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും ഏലിയാവ് എഴുന്നേറ്റ് അപ്പോൾ തിന്നു, തുരുത്തിലെ വെള്ളം കുടിച്ചു. അതിന്റെ ബലം കൊണ്ട് 40 രാവും 40 പകലും അവൻ സഞ്ചരിച്ച് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം ചെന്നു എന്ന് നാം വായിക്കുന്നു. Oh, praise the Lord. Hallelujah. So let us pray to the Lord. Lord, feed me one more time. Hallelujah. എനിക്ക് ആദ്യത്തെ ആ ഫീഡിങ് കൊണ്ട് എനിക്ക് ഇപ്പോൾ സഞ്ചരിക്കാനുള്ളതായ ബലമില്ല. Oh, hallelujah. Oh Lord, feed me one more time. Oh, hallelujah. ദൈവം നമ്മെ എല്ലായ്പ്പോഴും ദൈവത്തിന്റെ വചനത്താൽ നമ്മളെ പോഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുമ്പോൾ നാൾതോറും
പ്രബോധിപ്പീൻ എന്നാണ് പ്രസ്താവിച്ചിരിക്കുന്നത്. നാൾതോറും പ്രബോധിപ്പിക്കണം. ഇവിടെ ഒരു മുസ്ലിമുമായിട്ട് സംസാരിച്ചപ്പോൾ അവൻ ചോദിക്കും, നിങ്ങൾ എന്തിനാ എല്ലാ ആഴ്ചയിലും മിക്കവാറും 2-3 പ്രാവശ്യം പള്ളിയിലൊക്കെ പോകുന്നത്? അവനത് മനസ്സിലാകുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഇട ദിവസങ്ങളിലുള്ള കൂട്ടായ്മയ്ക്കൊന്നും പോകുന്നില്ല എങ്കിൽ നമ്മൾ ആത്മീയമായിട്ടങ്ങ് ക്ഷീണിക്കും. ചിലപ്പോൾ സവായത്തിന് പോയില്ലെങ്കിലും വീട്ടിലിരുന്നാലും ആരാധിക്കാൻ സാധിക്കും, പ്രാർത്ഥിക്കാൻ സാധിക്കും. എന്നാൽ നമ്മുടെ അകത്തെ മനുഷ്യൻ അങ്ങ് ക്ഷീണിക്കും. അതുകൊണ്ടാണ് ഈ ദിവസത്തെ മീറ്റിംഗ് വെക്കുന്നതും ഇടയ്ക്കിടയ്ക്ക് കാത്തിരിപ്പ് യോഗം വെക്കുന്നതും ബുധനാഴ്ച മീറ്റിംഗ് വെക്കുന്നതും സഭായോഗം. ഇതെല്ലാം നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടുവാൻ വേണ്ടിയാണ്. നമ്മുടെ അകത്തെ മനുഷ്യൻ has to reach the maturity. Oh, praise the Lord, hallelujah. അപ്പോൾ ഏലിയാവ് ആദ്യം ഒന്ന് ഭക്ഷിച്ച ശേഷം പിന്നെയും കിടന്നുറങ്ങി. രണ്ടാമത് ഒരു പ്രാവശ്യം കൂടെ അപ്പവും വെള്ളവും കുടിച്ചു. അതിന്റെ ബലം കൊണ്ട് അവൻ ദൂരയാത്ര ചെയ്യുകയാണ്. Hallelujah. Feed me, O Lord, one more time. Hallelujah. ആത്മീയമായി ഭക്ഷണം നമുക്ക് എല്ലായ്പ്പോഴും കഴിക്കേണ്ടത് ആവശ്യമാണ്. ചിലപ്പോൾ നമ്മൾ പഴയങ്ങ് ക്ഷീണിക്കും. ആ സമയത്ത് ദൈവത്തിന്റെ വചനം പ്രത്യേകമായ രീതിയിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് വരും. പ്രൈസ് ദി ലോർഡ്. ഒരു ശക്തി നമുക്ക് ഉണ്ടാകും. നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുള്ള ഭാഗങ്ങൾ തന്നെയാണെങ്കിലും ചില സമയങ്ങളിൽ പ്രത്യേക മീനിങ്ങോടുകൂടെ അത് നമുക്ക് വരും. ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിക്കുന്നതായ സമയത്ത് 2ാം വർഷം പഠിക്കുകയാണ്. ആ സമയത്ത് എനിക്ക് മഞ്ഞപ്പിത്തം പിടിച്ചു. അന്ന് പോസ്പിസിൽ സാഹിബ് എന്ന് പറഞ്ഞതായ ഒരു സാഹിബാണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം നടത്തുന്നത്. മഞ്ഞപ്പിത്തം വന്ന് കൂടി എന്നെ സാഹിബിൻ്റെ കാറിൽ മുണ്ടക്കയത്ത് വീട്ടിൽ കൊണ്ടുപോയി. അന്ന് മരുന്നൊന്നും എടുക്കുകയില്ല. എല്ലാവരും പ്രാർത്ഥനയിലൊക്കെ കഴിയുകയാണ്. എനിക്ക് നോക്കുന്നതെല്ലാം മഞ്ഞയാണ്, കൈയുടെ നഖമെല്ലാം മഞ്ഞയായി. ഇറ്റ്സ് സോ വേഴ്സ്. അങ്ങനെ ഇരുന്നതായ സമയം ഒരു രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാനൊന്നും എനിക്ക് തോന്നിയില്ല. I was just crying that night. My pillow, I was only 18 years old. My pillow got wet because of my tears. And I repeated one Bible verse. The Lord is my shepherd, I shall not want. Somehow that night I was keep on repeating that Bible verse. The Lord is my shepherd, I shall not want. I learned that Bible verse when I was a young boy. But that verse never came alive in my life until that day. ഞാൻ പിന്നെയും the Lord is my shepherd. The Lord is my shepherd. അങ്ങനെ പറഞ്ഞ് ഞാൻ അന്ന് രാത്രി ഉറങ്ങി. ഞാൻ നേരം വെളുത്ത് I was thinking still I am a sick man, sick boy. I tried to get up as I usually get up in the morning. I felt something different. Praise the Lord. I stood up and I felt something different. Let me tell you, that night God touched me. Hallelujah. Praise the Lord. Hallelujah. Praise the Lord. That Bible verse came alive in my life. Amen. Hallelujah. And He healed me Amen. that night. Praise the Lord. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ നമ്മൾ എല്ലാവരും കൈവിടപ്പെട്ടു, ആരും എനിക്ക് തുണയില്ല എന്ന് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതായ സമയം
ദൈവത്തിന്റെ ചില വചനങ്ങൾ ശക്തിയായിട്ട് നമ്മുടെ ജീവിതത്തിൽ വരും. നമുക്ക് ജീവനും ശക്തിയും തന്ന് സൗഖ്യം തന്ന് നമ്മളെ ബലപ്പെടുത്തും. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. Thank you, Lord. Thank you, Lord. Oh Lord, feed me. Let me grow up as a mature Christian man. Praise the Lord. നമ്മൾ അങ്ങനെ വളർന്നു കഴിഞ്ഞാൽ, അങ്ങനെ ഫീഡ് ചെയ്ത് വളർന്നു കഴിഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങൾ കണ്ടാൽ നമ്മൾ പ്രയാസപ്പെടുകയില്ല.